നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൽ ഈജിപ്ഷ്യൻ ടീമിൻ്റെ ഒരു കോച്ചുണ്ടായിരുന്നു, ഹൊസാം ഹസൻ. വളരെ വിവാദങ്ങൾ ഉയർത്തിയ ഒരു പരിശീലകനായിരുന്നു. തങ്ങളുടെ വിജയങ്ങളെല്ലാം പലസ്തീനും വിജയങ്ങളുടെ കാരണമെല്ലാം അള്ളയും, എന്നാൽ പരാജയത്തിൻ്റെ കാരണം മാത്രം ആരാണെന്ന് പറയാതെയും ഒക്കെ വലിയ വിവാദങ്ങൾ. അടിസ്ഥാനപരമായിട്ടൊരു ഇസ്ലാം മതപ്രവാചകൻ, ഒരു കായിക പരിശീലകൻ എന്നുള്ളതിനപ്പുറം ഒരു ഇസ്ലാം പ്രചാരകനായി അവിടെ കുറച്ചു കാലം കിടന്നു വിരകി. ഒടുവിൽ തോറ്റപ്പോൾ ഫിഫ ഞങ്ങളെ ചതിച്ചതാണ്, അള്ള ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഫിഫ ഞങ്ങളെ ചതിച്ചു. അള്ളാഹ്ക്ക് ഫിഫയെ സ്വാധീനിക്കാൻ എന്തോ കുഴപ്പമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോ അസൗകര്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ആ തരത്തിൽ കരഞ്ഞു വിളിച്ച് ഇരവാദം മുഴക്കി, പതിവ് പോലെ തന്നെ, പഴയ ബോംബ് കഥ തന്നെ, അത്തരത്തിൽ പുറത്തുപോയ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതം, സ്വകാര്യ ജീവിതം ഇപ്പോൾ വലിയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സംഗതി മറ്റൊന്നുമല്ല, ഒരു റെസ്റ്റോറൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുമായി കുട്ടികളുമായി ഭക്ഷണം കഴിക്കുവാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആദ്യ ഭാര്യയും കുട്ടികളും അവിടെ എത്തി. ആദ്യ ഭാര്യ കുട്ടികളെ വിട്ട് എഴുന്നേൽപ്പിച്ച് അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും രണ്ട് ഭാര്യമാർ തമ്മിൽ അവിടെ വെച്ച് വഴക്കും അടിപിടിയുമാകുകയും അതിനിടയിൽ ഇയാൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ധീരനാണ്, അള്ളാഹുവിൻ്റെ ഭടനാണ് എന്നൊക്കെ സ്വയം വിളിക്കുന്ന, പലസ്തീൻകാർക്ക് വേണ്ടി ഞങ്ങൾ പോരാടുമെന്നൊക്കെ പറയുന്ന ധീരനാണ്. രണ്ട് ഭാര്യമാർ അതിനിടയിൽപ്പെട്ട് ബോധം കെട്ട് വീണു. ഒടുവിൽ ഔദ്യോഗികമായി തന്നെ ആദ്യ ഭാര്യ ഇയാളിൽ നിന്ന് വിവാഹമോചനം നേടിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, മുൻ ഭാര്യ എന്ന് പറയാത്തത് അതുകൊണ്ടാണ്. ഈ സംഭവം, ബഹളം നടക്കുമ്പോൾ, ഈ അടിപിടി നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട്. ഈ രണ്ട് ഭാര്യമാരിലും കൂടിയായി 7 കുട്ടികളുമുണ്ട്. 7 5 6 കുട്ടികളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ധീരനായ പോരാളിയാണ്. പലസ്തീന് വേണ്ടി പോരാടാൻ വേണ്ടി എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു പോരാളിയാണ്. ഭാര്യമാരുടെ വഴക്കിനിടയിൽപ്പെട്ട് ബോധക്ഷയം സംഭവിച്ച് നിലത്ത് വീണിത ലോകിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ. അതിനുശേഷം തന്നെ ഏറെ താമസിയാതെ തന്നെ ആദ്യ ഭാര്യ ഇയാളിൽ നിന്ന് വിവാഹമോചനം നേടിപ്പോയി. അത് സംബന്ധിച്ച്, ഈ വിവാഹമോചനവും ഇസ്ലാമിലെ സ്ത്രീകളും സംബന്ധിച്ചൊരു വിഷയം നാം ഇന്ന് ചെയ്യുന്നുണ്ട് പ്രത്യേകമായിട്ട്. അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തായാലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ പലസ്തീൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും, ഞങ്ങളുടെ ഈജിപ്തിൻ്റെ ഫുട്ബോൾ വിജയങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും എന്നൊക്കെ അവകാശപ്പെട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഹൊസാം ഹസൻ. ഈ രണ്ട് ഭാര്യമാരുടെ കാര്യത്തിൽ, കാരണം ഇവരുടെ ഒരു നിയമപ്രകാരം മതം അനുവദിച്ചു കൊടുക്കുന്ന ഒരു നിയമമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇവരുടെ മതത്തിൽ പറയുന്നതാണെന്ന് ഇവർ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ മതത്തിലെ പണ്ഡിതന്മാർ തന്നെ കാലാകാലങ്ങളിൽ പറയുന്നതാണ്. ഇവർ തമ്മിലുള്ള വഴക്ക് തീർക്കുവാനുള്ള ഇടപാടുകളൊന്നും അള്ളാഹു ചെയ്തു കൊടുക്കില്ല. കാരണം ഇത്രയും വലിയൊരു ഭക്തനായിട്ടുള്ള, അള്ളാഹുവിൻ്റെ ആരാധകനായിട്ടുള്ള ഹൊസാം ഹസനെ ഇവിടെയെങ്കിലും ഇത്രയും ഒരു ചുരുക്കം കാര്യത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് നാണക്കേടുണ്ടാക്കുന്ന, കാരണം ഒരു കായിക പരിശീലകൻ, ഒരു ഫുട്ബോൾ പരിശീലകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പ്രതിരൂപം എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു രൂപം എന്തായിരിക്കും? കരുത്തനായൊരു മനുഷ്യൻ, അതും ശാരീരികമായി മാത്രമല്ല, വളരെ സംഘർഷം നിറഞ്ഞ ലോകകപ്പ് ഫൈനൽ പോലുള്ള മത്സരങ്ങൾ കളിക്കേണ്ടതാണ്, ഭാവിയിൽ തൻ്റെ ടീമിനെ കൊണ്ട് കളിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ മാത്രയും നിറയുന്ന സംഘർഷത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തിയുള്ള, മനക്കട്ടിയുള്ള, മനഃശക്തിയുള്ള, ഒരു മനസ്ഥൈര്യമുള്ളൊരു മനുഷ്യൻ എന്നാണ് നാം ആ വ്യക്തിയെ കാണുന്നത്, അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് രണ്ട് ഭാര്യമാർ തമ്മിൽ ഒന്ന് ഒച്ചയുയർത്തി പരസ്പരം തലമുടിക്ക് കുത്തിപ്പിടിച്ചപ്പോൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ, കർത്താവെ ഞാനിതാ വരുന്നേ, അല്ലെങ്കിൽ അള്ളാഹു ഞാനിതാ വരുന്നേ എന്നുള്ള രീതിയിൽ ബോധം കെട്ടങ്ങ് വീഴുന്ന ഒരു വ്യക്തി എത്രത്തോളം മാനസികമായി കരുത്തനായിരിക്കും എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ എന്നുള്ള ഒരു അഭിപ്രായത്തിന് അടിവരയിടുന്നൊരു സംഭവമാണോ ഇത് എന്ന് പ്രേക്ഷകരോടൊരു ചോദ്യം ചോദിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ ഹൊസാം ഹസൻ്റെ വിഷയം ഇന്നൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം ഒരു വലിയ വാർത്താ പ്രാധാന്യമൊന്നുമല്ല. കാരണം ഈ ഹൊസാം ഹസൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു പതിവ് ഇരവാദി, പഴയ ബോംബ് കഥ പറഞ്ഞ് തന്നെ ഞമ്മൻ്റെ ആളാണ് വലിയ ആൾ, ഞമ്മളാണ് വലിയ ആൾ, മറ്റുള്ളവരെല്ലാം മോശം എന്നുള്ള രീതിയിൽ ജീവിച്ച് തീർക്കുന്ന, ലോകത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനോ, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് സ്വന്തം കുടുംബത്തിനോ യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു പാഴ്ജന്മം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല ഈ വ്യക്തി. പക്ഷേ ഇയാളുടെ ഈ സ്വകാര്യ ജീവിതം നാം ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ ഇയാൾ തന്നെയാണ് അതിനുള്ള വഴിയൊരുക്കി വച്ചിരിക്കുന്നത്. കാരണം ഇയാളുടെ, ഏതൊരു വ്യക്തിക്കും മതമെന്ന് പറയുന്നത് ഒരു സ്വകാര്യ ചിന്തയാണ്, അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു തോന്നലാണ്. ആ മതത്തെ പൊതുമണ്ഡലത്തിലേക്ക്, അതും ലോകകപ്പ് ഫുട്ബോൾ പോലുള്ള ലോകം മുഴുവൻ കാണുന്ന ഒരു കായിക മാമാങ്കത്തിൻ്റെ ഇടയിൽ
മതപ്രചാരണത്തിന് വേണ്ടിയിട്ടും തങ്ങളുടെ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുവാൻ വേണ്ടിയിട്ട്, ഹമാസിന് വേണ്ടിയിട്ട് വാദിക്കുവാനും, ഇസ്രായേലിനെ ഇകഴ്ത്തുവാനും, ഡ്രസ്സിംഗ് റൂമിൽ പ്രാർത്ഥന സംഘടിപ്പിക്കുവാനും ഒക്കെയായി ചിലവഴിച്ച്, അല്ലെങ്കിൽ ആ അവസരം വിനിയോഗിച്ച് ഇയാളുടെ സ്വകാര്യ ജീവിതത്തെ പൊതുമണ്ഡലത്തിലേക്ക്, പൊതുജന ശ്രദ്ധയിലേക്ക്, സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഈ ഒസാമ ഹസൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം പാളിച്ചകൾ ചർച്ചകളാവുക തന്നെ ചെയ്യും. ചർച്ചാ വിഷയം തന്നെയാണത്. കാരണം അടിസ്ഥാനപരമായിട്ട് ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമുള്ള ഒരു മതമാണ് തൻ്റെ മതമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം അവകാശവാദം. അത് ഒസാമ ഹസൻ നേരിട്ട് അത്തരത്തിലൊരു അവകാശവാദം നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിൻ്റെ വലിയ പണ്ഡിതന്മാരത് സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്നൊരു കാര്യമാണ്. സമഗ്രമായിട്ടുള്ള ജീവിത രീതിയാണ് അവരുടെ മതമെന്നുള്ളത്. അതിൻ്റെ ഒരു ചോദ്യമാണ് അത് സംബന്ധിച്ചുള്ള ആ ജീവിത രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അശ്ലീല സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ ഒരു അനാഗരികമായിട്ടുള്ള സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളൊന്നുമില്ലേ ഈ സമഗ്രമായിട്ടുള്ള ജീവിത പദ്ധതിയിൽ എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒസാമ ഹസൻ്റെ കാര്യം എന്തായാലും തീരുമാനമായി. ആദ്യ ഭാര്യ കളഞ്ഞിട്ട് പോയി. പിന്നെ ഈജിപ്തിലെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാ നിയമമല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു രീതിയിൽ അവർക്ക് ജീവനാംശം നൽകേണ്ടിയും വരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന ഒരു വിവരം. പക്ഷേ സ്വന്തം ഇഷ്ടം പോലെ അവിടുത്തെ കോടതികൾ അത് മാറ്റിമറിക്കാവുന്നത് കൊണ്ട് ആദ്യ ഭാര്യയുടെ ഒരു പക്ഷത്തേക്ക്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈജിപ്തിൽ ഇപ്പോൾ നടപ്പിലായിരിക്കുന്ന നിയമങ്ങൾ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പിലുള്ള നിയമങ്ങളനുസരിച്ച് അവർക്ക് നല്ലൊരു തുക ജീവനാംശം കിട്ടും. ഈ ലോകകപ്പ് ഫുട്ബോളിൽ പോയി കാണിച്ച ഈ പ്രകടനത്തിനെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു ശമ്പളമുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതിഫലമുണ്ടല്ലോ, അതിൽ നല്ലൊരു അംശം മിക്കവാറും ഒസാമ ഹസൻ ആദ്യ ഭാര്യയ്ക്ക് നൽകേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി, ആശുപത്രിയിലായി, നെഞ്ചത്തടിയും നിലവിളിയുമാണെന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം മനസ്ഥൈര്യമില്ല, പ്രദർശനപരത മാത്രമേ ഉള്ളൂ. കിട്ടിയ കാശിലൊരു നല്ലൊരു പങ്ക് ഭാര്യ കൊണ്ടുപോകും, ആദ്യ ഭാര്യ കൊണ്ടുപോകും, ഇപ്പോഴത്തെ മുൻ ഭാര്യ കൊണ്ടുപോകുമെന്നുള്ള ആവലാതി വേറെയും. എന്തായാലും ആരിവിടെ ഒസാമ ഹസനെ കാക്കും? പലസ്തീനിൽ നിന്ന് ഹമാസ് വരുമോ, അതോ അദ്ദേഹം നാഴികയ്ക്ക് 40 വട്ടവും ഈ വിരലുയർത്തി ഒരു ആളെ കാണിക്കുമല്ലോ, അദ്ദേഹം വരുമോ, അതോ ഒസാമ ഹസൻ പെരുവഴിയാധാരമാകുമോ എന്നുള്ളതാണ് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യം. ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയയിലെ കൗതുകകരമായ 15 മാത്രം ആയുസുള്ള ന്യൂസ്. പക്ഷേ 15 മാത്രകൾക്കും അപ്പുറം ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഒസാമ ഹസൻ തന്നെയാണ് അതിന് കാരണം. അയാൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ച, മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ച ആശയങ്ങളും മതവുമാണ് അതിന് കാരണം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.